ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏലിയാ ശ്ലീഹ മൂശക്കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലെ വചന വിചിന്തനമാണ് നാം നടത്തുന്നത്. ഈ ആഴ്ചയിൽ നമുക്ക് ലഭിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 29 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ്. യുഗാന്ത്യത്തെക്കുറിച്ചാണ് ഏലിയാ ശ്ലീഹ മൂശക്കാലത്തിൻ്റെ വിചിന്തനങ്ങൾ അത്രയും എന്ന് നമുക്കറിയാം. യുഗാന്ത്യം നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന്, അന്തിമവിധി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള ക്രൈസ്തവ പ്രബോധനത്തിൻ്റെ ആവർത്തിച്ചുള്ള ഉദ്ബോധനമാണ് നാം ഈ ആഴ്ചകളിലെല്ലാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി വളരെ സന്തോഷകരമായ ഒരു വാസസ്ഥാനമാണ്. ഈ ഭൂമിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇവിടുത്തെ ജീവിതത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ നമ്മുടെ കുടുംബം, നാം ജീവിക്കുന്ന സമൂഹം, നമ്മുടെ സൗഹൃദങ്ങൾ, നാം ആയിരിക്കുന്ന ഇടങ്ങൾ, ഇവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടവയാണ്. ഇവയെ വിട്ടുപോവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടബോധമുളവാക്കുന്ന ഒന്നാണ്. നമുക്ക് തീരെ മനസ്സില്ലാത്ത ഒരു കാര്യം. മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവിതത്തെ അത്രമേൽ സ്നേഹിക്കുമ്പോഴും ഇതൊത്തിരി സൗന്ദര്യമുള്ളതായി നമുക്ക് തോന്നുമ്പോഴും ഈ ഭൂമിക്ക് ഇതോടൊപ്പം തന്നെ ഒത്തിരിയേറെ സങ്കടങ്ങളും ഒത്തിരി ദുരിതങ്ങളുമുണ്ട് എന്ന് നമുക്കറിയാം. ദുരിതങ്ങൾ നമ്മുടെ ഭൂമിയുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെയുള്ള രോഗങ്ങൾ, നമ്മുടെ മാനസിക വ്യഥകൾ, വിവിധ തരത്തിലുള്ള അസമാധാനങ്ങൾ, യുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മുതലായി നമ്മെ വേട്ടയാടുന്ന നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള ദുര്യോഗങ്ങൾ, ഇവയെല്ലാം ഈ ഭൂമിയുടെ ജീവിതത്തെ ചിലപ്പോഴൊക്കെ ദുസ്സഹമാക്കി മാറ്റുന്നുണ്ട്. ഈ എല്ലാ തരത്തിലുമുള്ള സന്തോഷങ്ങൾക്കും ഒപ്പമുള്ള ഈ സങ്കടങ്ങൾക്കും അപ്പുറത്ത് നമ്മുടെ ജീവിതം ഒരു ദിവസം ഈ ഭൂമിയിലേത് അവസാനിക്കുമെന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്തോഷങ്ങളും ഈ ദുഃഖങ്ങളും എല്ലാം കടന്നു പോകുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യബോധത്തോടെ വേണം ഓരോ മനുഷ്യനും തൻ്റെ അനുദിന ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ. ആ യാഥാർത്ഥ്യബോധമില്ലാതെ പോകുമ്പോഴാണ് നാം തിന്മയുടെ പിടിയിൽപ്പെടുന്നതും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദുഃഖപൂരിതമാക്കുന്ന ജീവിതത്തിലെ ചില തഴക്കദോഷങ്ങളിലേക്ക് നാം വീണു പോകുന്നതുമൊക്കെ. എന്നാൽ മനുഷ്യന് തൻ്റെ ജീവിതത്തെ കൂടുതൽ ഗൗരവത്തോടുകൂടി കാണാനായിട്ട് സാധിക്കുന്നത്, വചനബദ്ധമായി ജീവിക്കാനായിട്ട് സാധിക്കുന്നത്, അവൻ്റെ സുനിശ്ചിതമായിട്ടുള്ള മരണത്തെയും അതിന് അപ്പുറത്ത് ഈ ഭൂമി തന്നെയും കടന്നു പോകുമെന്നുള്ള യാഥാർത്ഥ്യബോധത്തോടെയുള്ള ജീവിതത്തിലൂടെയുമാണ്. നമുക്കെല്ലാവർക്കും ഒരു അന്തിമവിധിയുണ്ട് എന്നുള്ളത് സഭ നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ഭൂമിക്ക് ഒരു അന്ത്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും. ഈ ഭൂമി മറ്റ് ഏതൊരു പ്രപഞ്ചഗോളത്തെയും പോലെ അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ് എന്ന് ശാസ്ത്രവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുഗാന്ത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടി എന്നതുപോലെ തന്നെ സ്വാഭാവികമായി അനേക വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാകാം. യുഗാന്ത്യവും ഒരു നിമിഷം പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാകണമെന്നില്ല. ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആ നിമിഷമോ മണിക്കൂറോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പക്ഷേ ഇതുണ്ട് എന്നുള്ളത് വചനം നമ്മെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട്. നാം ഇന്ന് വായിച്ചു കേട്ട പഴയ നിയമ വായനയിൽ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിലും ഈ സുവിശേഷ ഭാഗത്തും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സത്യം ഇതാണ്: ഈ പ്രപഞ്ചത്തിനൊരു അവസാനമുണ്ട്. എല്ലാം ഒരു ഒറ്റ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നവയാണ്. അത് നമ്മുടെ നിത്യജീവിതം എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അവിടെ ദൈവത്തോടൊപ്പം നമുക്ക് അനന്തതയോളം ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള സത്യം. അത് നമ്മൾ മറന്നു പോകുമ്പോഴാണ് ഈ ഭൂമിയും അതിൻ്റെ ചെറിയ നഷ്ടങ്ങളുമൊക്കെ നമ്മെ ഒത്തിരി സങ്കടപ്പെടുത്തുന്നത്. എന്നാൽ വളരെ പ്രതീക്ഷയോടുകൂടി ആദിമസഭ കാത്തിരുന്നത് പോലെ മാറാനാത്ത കർത്താവെ വേഗം വരണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാനായി, അവനോടൊത്ത് യുഗാന്ത്യത്തിൽ ഒന്നായി തീരാനായിട്ട് സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായി നമുക്ക് സാധിക്കുമ്പോൾ ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് പ്രതീക്ഷയുടെ നിമിഷങ്ങളായിട്ട് മാറും. കൂടുതൽ വലുതിനെ അന്വേഷിക്കുന്നവരാണ് നാം എന്നുള്ള വിചാരം, ഈ ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും കൂടുതൽ അർത്ഥവത്തായി ജീവിക്കാൻ, ആ യുഗാന്ത്യത്തിലെ നിത്യസൗഭാഗ്യത്തെ സ്വന്തമാക്കണം, അതിനുവേണ്ടിയുള്ള യോഗ്യതയെ ഞാൻ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും.
നിരാശയുടെ ഒരു ജീവിതമല്ല യുഗാന്ത്യം നമുക്ക് പ്രദാനം ചെയ്യുന്നത്, മറിച്ച് പ്രതീക്ഷയുടെ ഒരു ജീവിതമാണ്. കൂടുതൽ വലിയ കാര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ഈ നിമിഷത്തെ എനിക്ക് സ്വന്തമാക്കാനായി ജീവിക്കാനായി സാധിക്കുമ്പോൾ അത് അർത്ഥസമ്പൂർണമായിട്ട് മാറും. എന്നാൽ ഇവിടം കൊണ്ട് മാത്രം തീരുന്ന ഒരു ജീവിതത്തെയാണ് ഞാൻ മുന്നിൽ കാണുന്നത് എങ്കിൽ പ്രതീക്ഷകൾക്ക് വലിയ പ്രസക്തികളില്ല. കാരണം നൈമിഷികമായ ജീവിതം വഴിയിലിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ ഒരു രോഗത്തിലോ നിദ്രയിലുണ്ടാകുന്ന ഒരു ഹൃദയസ്തംഭനത്തിലോ ഒക്കെ അവസാനിച്ചു പോകുന്ന, അതുകൊണ്ട് മാത്രം തീർന്നു പോകുന്ന ഒരു കഥയായി നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മാറാതിരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ലോകത്തിനും അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആത്മാവിൻ്റെ ഒരു ജീവിതമുണ്ട് എന്നുള്ള സത്യത്തെ തിരിച്ചറിയുകയും അതിനുവേണ്ടി ജീവിക്കുകയും അതിനുവേണ്ടി നമ്മുടെ അനുദിന ജീവിതത്തെ ക്രമപ്പെടുത്തി അതിനുള്ള യോഗ്യത സമ്പാദിക്കുകയും ചെയ്യുക ആവശ്യമാണ്. അതിനുള്ള വലിയ ദൈവിക കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച നമുക്ക് നൽകുന്ന ഈ സന്ദേശം, മാറ്റമില്ലാത്ത ദൈവവചനത്തിൻ്റെ ഈ ഒരു സന്ദേശത്തെ നമുക്ക് ഹൃദയസ്ഥമാക്കാം. അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പകർത്താം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.